ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം പൂർണ്ണമായും വിവിധ മേഖലയിലെ ആളുകളെ കബളിപ്പിച്ചൊരു ഗവൺമെൻറ്റാണ് പൂർണ്ണമായും. ഇത് ഇങ്ങനെയൊക്കെയാണോ? CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു കൃത്യമായ നിലപാടൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. കാശില്ല എന്ന് പറഞ്ഞു. കാശില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉള്ള കാശ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതാണല്ലോ പറയുന്നത്. അങ്ങനെ പിന്നെ അതിങ്ങനെ നാട്ടിൽ എല്ലാവരും ഒരു പബ്ലിക്കായി മാറി. എൻ്റെ പബ്ലിക് പേര് മോശമാണ്. ഞാൻ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, സോഷ്യൽ വർക്കറാണ്. അങ്ങനെയൊന്നുമില്ല. ലീഡറായാൽ ഇങ്ങനെയാവണം അങ്ങനെയാവണമെന്നൊന്നുമില്ല. ലീഡറാവാനും മനുഷ്യനാവും. അതാ ലീഡറാവണം. സ്വാഭാവികമാണ്, നമ്മളെപ്പോഴും കമ്പയർ ചെയ്യപ്പെടും. എന്നാലും എൻ്റെ പിതാവിനെക്കുറിച്ച് ആണല്ലോ നല്ലത് പറയുന്നത് എന്നൊരു സന്തോഷം ഉള്ളിലുണ്ടാവും നമുക്ക്. ആ പഞ്ചായത്തിൽ അവർ ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ കൃത്യമായി കർഷകർ, തൊഴിലാളികൾ, ഇവർക്കൊക്കെ എന്താണ് വേണ്ടത്? ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണ് ഗ്യാപ്പ്? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരു ഗ്രാമപഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റും? റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കില്ല് പോലും ഇല്ലാത്തവർ 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ് വരെ ഈ കുട്ടി മാർജിനൈസ് ചെയ്യപ്പെടുകയാണ്, ക്ലാസ് പാർശ്വവൽക്കരിക്കപ്പെടുക. എങ്കിലും കുട്ടി ജയിച്ചു പോവാണ്. വാസ്തവത്തിൽ ലോകത്ത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഹിസ്റ്ററി പഠിക്കുന്ന ചരിത്രകാരനാവാനാണ്, എക്കണോമിക്സ് പഠിക്കുന്ന എക്കണോമിസ്റ്റ് ആവാൻ. ഇപ്പോൾ മാർക്കില്ലാത്തവർക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, മാർക്കുള്ളവർക്ക് അപ്പോൾ ഓരോ കോഴ്സിനെയും അവിടെ താഴ്ത്തി കാണിക്കില്ല അവർ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എന്ന് ചോദിച്ചാൽ മാർക്കില്ല. 90% ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന മാർക്കാണ്. ഒരിക്കലും അല്ല. മാത്രമല്ല ഹിസ്റ്ററി, ഇതിനൊക്കെ നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് 30 minutes പോഡ്കാസ്റ്റ് വിത്ത് അവർ റെസ്പെക്റ്റഡ് ലീഡേഴ്സ് എന്ന സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ്. അത് നിലമ്പൂരിൽ ജനിച്ച് നിലമ്പൂരിൽ വളർന്ന് നിലമ്പൂരിൽ ജീവിക്കുന്ന സ്വന്തം ബാപ്പുട്ടിക്കാന്ന് ജനങ്ങൾ വിളിക്കുന്ന, അല്ലെങ്കിൽ അടുത്ത വിളിക്കുന്ന നമ്മുടെ സ്വന്തം ആര്യാടൻ ഷൗക്കത്ത് സാറിനായിട്ടാണ് വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്താണ് 30 minutes പോഡ്കാസ്റ്റ് വിത്ത് അവർ റെസ്പെക്റ്റഡ് ലീഡേഴ്സ് എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച് വെച്ച് കഴിഞ്ഞാൽ, നാളത്തെ കേരളം. ഇന്ന് ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഒരു ജെൻസി അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ ആൾക്കാർ അവെയർ ആവണം കുറച്ചും കൂടി. പൊളിറ്റിക്സ് എന്താണ്, അത് കുറെ കാര്യങ്ങളെല്ലാം പൊളിറ്റിക്സ് എന്താണ് എന്നുള്ള രീതിക്ക് പൊളിറ്റിക്സിനോട് ഒരു ഭയങ്കര ഓരോ പാർട്ടിയോട് ഉള്ള ഒരു ഇത് കാണിക്കുക എന്നല്ലാണ്ട് ഒരു അവയർനെസ് വേണം. അപ്പോൾ ഓരോ ലീഡേഴ്സും ഓരോ TV കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ അവരൊരു ഇതല്ല, അവരെ കുറിച്ച് അറിയാന്, അവരെ കാര്യങ്ങൾ, അവരെന്താണ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, ഇനി അവരെന്താണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഒരു ഇലക്ഷൻ 2026 ഭാഗമായി അതിന് മുന്നേ നമ്മളെ കേരളത്തിലെ എല്ലാ ലീഡേഴ്സിനും കൊട്ട് നമുക്ക് എടുക്കാൻ ആരൊക്കെയാണ് പറ്റുക, സാധിക്കുക, കണക്റ്റീവ് ആവുക, അവരെല്ലാവരും വെച്ചൊരു 30 minutes പോഡ്കാസ്റ്റ്. അപ്പോൾ നാളത്തെ ഇപ്പൊ ഞങ്ങൾക്ക് 20 വയസ്സാണ്. ഞങ്ങൾ ഇനി അടുത്ത 25 വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവില്ല കേരളത്തിനോട്. അത് നമ്മൾ ലീഡേഴ്സ് ത്രൂ ആണ് നമുക്ക് ഒരു ഡെവലപ്മെന്റ്സ് വരിക. അപ്പൊ എന്താണ് അവർക്കൊരു വിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പേഴ്സണലി അതൊരു ഫോർമൽ ചാറ്റ് അല്ല, ഒരു ഇൻഫോർമൽ പ്ലസ് ഫോർമൽ ആയിട്ടാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാർ, വെൽക്കം അഗെയിൻ ടു അവർ ഷോ. അപ്പൊ സാറിന് എന്താണ് ഞങ്ങളൊരു കൺസെപ്റ്റിനെ പറ്റി എന്താ പറയാല്? അല്ല, ഞാനിങ്ങനെ ആലോചിക്കുക, ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്തിനാ പോഡ്കാസ്റ്റായിട്ട് ഇറങ്ങിയെന്നില്ല. അത് എഞ്ചിനീയർ പഠിച്ചവരെല്ലാരും എഞ്ചിനീയേഴ്സ് അല്ലല്ലോ. പിന്നെ എഞ്ചിനീയർ പഠിച്ചവർക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഇതൊരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോ ഇപ്പോ ആര്യാടൻ ഷൗക്കത്ത് എന്നാണ് പേര്. എന്തുകൊണ്ട് എല്ലാവരും ബാപ്പുട്ടിക്ക എന്നുള്ള പേര്, എവിടുന്നാണ് അതൊരു ഫസ്റ്റ് വന്നത്? അല്ല, അത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഒരു വീട്ടിലൊരു ഓമന പേരുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ബാപ്പുട്ടി എന്ന് തന്നെ ചെറുപ്പം മുതലേ വിളിക്കുന്നതാണ്. അപ്പം എൻ്റെ പിതാവ് അങ്ങനെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിതാവിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വീട്ടിൽ വരുന്ന രാഷ്ട്രീയക്കാരൊക്കെ വിളിക്കും. ആ പിതാവിൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ബാപ്പുട്ടിയായി. അങ്ങനെ പിന്നെ അതിങ്ങനെ നാട്ടിൽ എല്ലാവരും ഒരു ബാപ്പുട്ടി ആയി മാറി. എൻ്റെ ബാപ്പുട്ടി പേര് മോശമാണ്. നമ്മുടെ പ്രധാന നടന്റെ പേര് മമ്മൂട്ടിയാണ്. അതെ, അത് ഞാൻ ചോദിക്കുന്നത്. ഞാനിത് ബാപ്പുട്ടി എന്നുള്ള പേര് നമ്മൾ വരുമ്പോ ഷോക്ക് വരുമ്പോ റെഫർ ചെയ്യുമല്ലോ എന്തൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ കേട്ടപ്പോ അറിഞ്ഞതാണ്. അപ്പോ ആരാണ് ഇപ്പൊ ഒരു ആര്യാടൻ ഷൗക്കത്ത് എന്ന് പുറത്ത് അറിയാത്തൊരാൾ കണ്ടിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാനാണ്. അല്ല, എന്താന്ന് പറയാന് ഞാനിതാണ് എന്നൊക്കെ പറയില്ലേ നമ്മളെ കുറിച്ചിട്ട് ഒരാളെ അറിയാത്തൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെ, എന്താണ്, ആരാണ് ആര്യാടൻ? നമ്മള് സ്വയം ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഉണ്ടോ? ഞാൻ ഇങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ.
പിന്നെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നതിനല്ലേ നമ്മൾ പറയാം. അല്ലാതെ നമ്മൾ സ്വയം അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, സോഷ്യൽ വർക്കറാണ്. പിന്നെ എല്ലാ പൊളിറ്റീഷ്യൻസും സോഷ്യൽ വർക്കേഴ്സ് ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പം അതിന് എൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിതാവ് തന്നെയാണ് എൻ്റെ ടീച്ചർ. എൻ്റെ സ്കൂളിലെ ടീച്ചർ എൻ്റെ പിതാവാണ്. പിന്നെ എൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പൊളിറ്റിക്കൽ പിന്നെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ യൂത്ത് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പഞ്ചായത്ത് പ്രസിഡൻ്റായി, മുനിസിപ്പൽ ചെയർമാനായി. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ചു, നിയമസഭയിലേക്ക് തോറ്റു. ഇപ്പോൾ വീണ്ടും ജയിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ എഴുത്തും വായനയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ 4 സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സിനിമകൾക്കൊക്കെ, ഞാൻ എഴുതിയ സിനിമകൾക്കൊക്കെ കഥയ്ക്കൊക്കെ നല്ല അവാർഡുകളൊക്കെ, സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എൻ്റെ രാഷ്ട്രീയവും എൻ്റെ സിനിമയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഒക്കെ ഒന്ന് തന്നെയാണ്. ഞാൻ എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് എൻ്റെ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. സിനിമയിലൂടെ രാഷ്ട്രീയം കാണിക്കാൻ സിനിമയിലൂടെ രാഷ്ട്രീയവും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം എൻ്റെ സിനിമയും രാഷ്ട്രീയം രണ്ടല്ല, രണ്ടും ഒന്നാണ്. എൻ്റെ സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ സിനിമയിലൂടെ കാണിച്ചു. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് സിനിമയിലൂടെ കാണിച്ചു കൊടുത്താൽ മാത്രം പോരാ, എനിക്കത് പ്രാവർത്തികവൽക്കരിക്കും വേണം. അപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയപ്പോൾ അത്തരം പദ്ധതികൾ എനിക്ക് ആവിഷ്കരിക്കേണ്ടി വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമയൊക്കെ പൊളിറ്റിക്കൽ സിനിമകളാണ്. പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ സാമൂഹ്യ വിമർശനവും അതേപോലെ തന്നെ ആളുകളുടെ ഇടയിലേക്ക് ആളുകളോട് കൃത്യമായി ആഴത്തിൽ സംവദിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച സിനിമകളാണ് എൻ്റെ സിനിമകൾ. അല്ലാതെ ഞാനൊരു സിനിമ എടുക്കാൻ വേണ്ടി സിനിമക്കാരനായതല്ല. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. എഡ്യൂക്കേഷൻ ഡിഗ്രി. ഞാൻ ഒരു ഇതേപോലെ ഒരു പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞിട്ട് എഞ്ചിനീയർ ആവാനായിരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു വാസ്തവത്തിൽ. എൻ്റെ ഫാദറിന് എന്നെ എഞ്ചിനീയർ ആക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പതുക്കെ സ്കിപ്പ് ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ട് ആണ് വാസ്തവത്തിൽ. ഫാദറിനൊരു എഞ്ചിനീയർ ആക്കണം എന്നുള്ളതായിരുന്നു ഫാദറിൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ സ്കിപ്പ് ചെയ്ത്? അത് സ്കിപ്പ് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ അന്ന് ഒന്നും 50% മാർക്ക് ഉണ്ടായാൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടുന്ന കാലമാണ് അന്ന്. ഇന്നത്തെ പോലെ അത്ര ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ടെസ്റ്റൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു വലിയ ശ്രമം നടത്തിയപ്പോൾ ഞാൻ പതുക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പതുക്കെ ഡിഗ്രിക്ക് ചേർന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ, ഈ ഇപ്പോൾ അച്ഛൻ കോൺഗ്രസ് ആണ്, അതുകൊണ്ടാണോ കോൺഗ്രസിലേക്ക്? ഇപ്പോൾ മുസ്ലിം ലീഗ് ഉണ്ട്, വേറെ പാർട്ടി ഉണ്ട്, എന്താ അങ്ങനെ ഒന്നും ചിന്ത പോയില്ല? ഇല്ല, അങ്ങനെയില്ല. ഞാൻ വാസ്തവത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ലെഫ്റ്റ് ആഭിമുഖ്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ കാണുന്നത് പിന്നെ നമ്മൾ വായിക്കുന്നത് കാണുന്നതിനേക്കാളും നമ്മൾ വായിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ സോഷ്യലിസം വന്നു, കമ്മ്യൂണിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പിന്നെ ഭരണകൂടമില്ല, കോടതിയില്ല, പോലീസില്ല, എല്ലാവരും സമന്മാർ, ആരും ആരെയും ചൂഷണം ചെയ്യുന്നില്ല, ഒരു ചൂഷണരഹിത സമത്വ രാജ്യം. അപ്പം നമുക്കൊരു ഭയങ്കര ആവേശമാണ്. അത് കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ആയപ്പോഴേക്ക് ഞാനൊരു ഭയങ്കര ഒരു ലെഫ്റ്റ് ആഭിമുഖ്യമുള്ള ആളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് ഈ പറഞ്ഞത് ഒന്നായിട്ട് തകർന്ന് കിടുകിട ഇറങ്ങിട്ട് സോവിയറ്റ് യൂണിയൻ തകർന്നു, കിഴക്കൻ യൂറോപ്പിൽ ഓരോരോ രാജ്യങ്ങൾ തകർന്നു. ജർമ്മനി രണ്ടായിരുന്ന ജർമ്മനി ഒന്നായി, ഹംഗറി തകർന്നു, പോളണ്ട് പോയി. അങ്ങനെ ഓരോരോ കിഴക്കൻ യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളും, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ തകർന്ന് അവർ സ്വയം പിന്നെ 2 ജർമ്മനിക്കാർ ബെർലിൻ മതിൽ പൊളിച്ച് കെട്ടിപ്പിടിക്കുന്ന ചിത്രവും അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പം പിന്നെ ഞാൻ അതുവരെ ചിന്തിച്ചിരുന്നത് ശരിയല്ല,
സോഷ്യലിസം ഒന്നും വന്നിട്ടില്ലായിരുന്നു. കാരണം അതിലാണ് ഗോർബച്ചോവ് ഉറക്കെ വിളിച്ചു പറയുന്നത്, ഇവിടെ പട്ടിണിയാണ്, ഇവിടെ ഇതിന് ക്യൂ നിൽക്കുകയാണ്, എന്ത് റൊട്ടിക്ക് വേണ്ടി ക്യൂ നിൽക്കുക എന്ന് ഗോർബച്ചോവിൻ്റെ ക്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ് അറിയാലോ. അപ്പോൾ ആ കാലത്ത് വീണ്ടും നമ്മളൊരു ലെഫ്റ്റിന്ന് നമ്മളൊരു പിന്നെ ഇത് തന്നെയാണ് ഇന്ത്യ, എല്ലാ മതക്കാരനെയും ജാതിക്കാരനെയും ഒരുപോലെ കാണുന്നൊരു രാഷ്ട്രീയം, മാത്രമല്ല ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രീയം ഇപ്പോഴും പിന്നെ നേതാക്കന്മാരൊക്കെ രക്തസാക്ഷിത്വം നടത്തിയത്, ഗാന്ധിയാണെങ്കിലും ഇന്ദിരാഗാന്ധിയാണെങ്കിലും രാജീവ് ഗാന്ധിയാണെങ്കിലും ഒക്കെ ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയ ആളുകൾ. അപ്പോൾ ആ ഒരു ബോധം അതാണ് ശരിയെന്ന് കൃത്യമായി ബോധ്യമായി ആഴത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സജീവമായി. ഓക്കെ. അപ്പോൾ ഒരു ലീഡർ, ആ ലീഡർ എങ്ങനെ ആവണം അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നുള്ള രീതിയിൽ എന്താ പറയാറുള്ളത്? ഇപ്പോൾ നമ്മൾ പറയില്ലേ ലീഡർ ആയാൽ ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ലീഡർ ആയാൽ ഇങ്ങനെ ആവണം അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ലീഡർ ആവാനും മനുഷ്യനാവണം, അതാ ലീഡർ ആവേണ്ടത്. അത്രേ ഉള്ളൂ, മനുഷ്യനാവണം. പിന്നെ 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നിയത്, ഒന്ന് സ്വന്തം സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവനെ ദ്രോഹിക്കാത്തവരാവണം, സ്വന്തം സുഖത്തിന് വേണ്ടി. 2, അപരൻ്റെ ദുഃഖവും വേദനയും എൻ്റെ കൂടി ദുഃഖമാണ് എന്നൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കുറച്ചെങ്കിലും ഉണ്ടാവണം. 3-മത്തെ കാര്യം, വലിയ വിജയം കൈവരിക്കുമ്പോഴും വിനയം വിടാതിരിക്കണം. പിന്നെ എനിക്ക് തോന്നിയത്, പദവിയേക്കാളും വലുത് നമ്മുടെ സേവനമാണ് എന്നതിന് ഒരു വില കൊടുക്കണം. നമുക്ക് കിട്ടുന്ന പദവികൾ വെച്ച് പരമാവധി സേവിക്കുക. അപ്പോൾ പദവികൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നെത്തും. പിന്നെ ആളുകളെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നിയത്, ഒരു വലിയ രാഷ്ട്രീയ നേതാവൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവരാദ്യം ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് തുടങ്ങണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. വളരെ പഞ്ചായത്ത് മെമ്പറായി തുടങ്ങണം. അപ്പോഴാണ് കുറേ കൂടി ജനങ്ങളുടെ കൃത്യമായ ഒരു അറിവും വിവരവും ജനസേവനം എന്താണ് താഴെത്തട്ടിൽ കൃത്യമായി പഠിക്കാനും പറ്റിയൊരു പഞ്ചായത്ത് മെമ്പറാകുമ്പോൾ. സാറും പഞ്ചായത്ത് മെമ്പറിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ടാവും, അത് കമ്പയർ ചെയ്യും. ഇപ്പോൾ കമ്പയർ ചെയ്യാറുണ്ടോ? അതേപോലെ ഇപ്പോൾ അച്ഛനിൽ നിന്ന് അച്ഛനും മകനാണോ ആൾക്കാർ ജനങ്ങൾ കമ്പയർ ചെയ്ത് സംസാരിക്കാറുണ്ട് എപ്പോഴേലും? അത് ഒരു വിഷമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ പറയില്ലേ നമ്മള് അച്ഛൻ്റെ അത്ര ഇല്ല അങ്ങനെയൊക്കെ പറയും. അത് സ്വാഭാവികമാണ്, നമ്മളെപ്പോഴും കമ്പയർ ചെയ്യപ്പെടും. അത് ഈ രാഷ്ട്രീയക്കാരൻ്റെ മകനായ സ്വാഭാവികമായിട്ട് കമ്പയർ ചെയ്യൽ സാധാരണയാണ്. അപ്പം ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ പറയും, നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും ആളുകൾ പറയും അതിപ്പോൾ ആര്യാടൻ്റെ അടുത്തേക്ക് എത്തൂല എന്ന് പറയും. പക്ഷേ ആളുകൾ നമ്മളെ ഇവിടെ അങ്ങനെ പറയുമ്പോഴും, എന്നാലും എൻ്റെ പിതാവിനെക്കുറിച്ച് ആണല്ലോ നല്ലത് പറയുന്നത് എന്നൊരു സന്തോഷം ഉള്ളിൽ ഉണ്ടാവും നമുക്ക്. മനസ്സിലായോ? ഇപ്പം എത്രയായാലും ഇപ്പോൾ വാപ്പാൻ്റെ അടുത്തേക്ക് എത്തൂല എന്ന് പറയുമ്പോഴും നമ്മളെന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും സമ്മതിക്കാനുള്ളൊരു മടിയോടുകൂടിയാണ് അവർ പറയുന്നതെങ്കിലും നമുക്കതിൽ വിഷമമൊന്നും ഉണ്ടാവുന്നില്ല. കാരണം എൻ്റെ പിതാവിനെയാണോ പറയുന്നത് എന്നുള്ളൊരു സാധനമുണ്ട്, അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ 2016 ഇത് മാറി, ഭരണം മാറി നിലമ്പൂരില്. 2016, 21, പിന്നെ 9 വർഷത്തെ നീണ്ട ആ ഒരു ഇതിന് ശേഷം പിന്നെ വരുന്നതാണ് 25 എന്ന് പറയുമ്പോൾ കേരളം ഫുള്ള് ഫോക്കസ്ഡ് ആയി നിലമ്പൂരിലേക്ക്. അത്ര കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല, നമുക്ക് എല്ലാ MLA മാരും നമുക്ക് അറിയണമെന്നില്ല കേരളത്തിന്റെ. ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായം വെച്ച് പറയുന്നത്, പക്ഷെ നമ്മളടക്കം TV-യിൽ ഇരുന്ന് ആ ഒരു ഇലക്ഷൻ കണ്ട ഇലക്ഷൻ എന്ന് പറയുന്നത് നിലമ്പൂർ ഇലക്ഷൻ അത്ര ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോ ആ ഒരു തിരിച്ചുവരവ് 9 വർഷം തിരിച്ചു പിടിക്കുക, ആ ഒരു നിലമ്പൂരിന്റെ ആവേശം, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ലേ അന്ന്. ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, സ്വന്തം നാടിനോട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള പ്ലാൻസിൽ എന്തൊക്കെ ഇനിയൊരു ഇലക്ഷൻ വരുന്നുണ്ട്, ഇനിയൊരു ഇലക്ഷൻ നമ്മൾ നേരിടാൻ പോകുന്നു, ഇനിയൊരു ഡെവലപ്മെന്റ്സ് വിഷൻ നിലമ്പൂർ എന്ന് പറയുകയാണെങ്കിൽ, 1 വേർഡിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അല്ല, വിഷൻ 2030 എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം വെക്കുന്നുണ്ട്. 2030
അതിന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഗ്രാമപഞ്ചായത്തുകളും ആ പഞ്ചായത്തിൽ അവർ ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ കൃത്യമായി കർഷകർ, തൊഴിലാളികൾ, കച്ചവടക്കാർ, ബിസിനസ്സുകാർ, ഈ പറഞ്ഞ ഇൻഡസ്ട്രി, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ, ആദിവാസി, ദളിത്, പിന്നെ പിന്നോക്കക്കാർ, പിന്നെ അതേപോലെ തന്നെ ഇവർക്കൊക്കെ സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, ഇവർക്കൊക്കെ എന്താണ് വേണ്ടത്, ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണ്, ഗ്യാപ്പ്, അവരുടെ ആവശ്യങ്ങൾ എന്ത്, ഇപ്പോൾ അവർ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ത്, ആ ഒരു ഗ്യാപ്പ് എന്താണ്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരു ഗ്രാമപഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ജില്ലാ പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റും, MLAക്ക് എന്ത് പറ്റും, MP ക്ക് എന്ത് പറ്റും, ഗവൺമെൻറ്റിന് എന്തിന് പറ്റും, കേന്ദ്ര ഗവൺമെൻറ്റിന് എന്ത് പറ്റും, അതിനെ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് അത് കൃത്യമായി നമ്മൾ ഒരു പിന്നെ എന്താ പറയുക, ഒരു കൃത്യമായൊരു സമഗ്ര വികസന റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കും. അതിപ്പോൾ പഞ്ചായത്തിൽ തയ്യാറാക്കും. പിന്നെ ഈ പഞ്ചായത്തുകളെല്ലാം കൂടി നിലമ്പൂരിലെ കോൺസ്റ്റിറ്റ്യുവൻസി ബേസിൽ തയ്യാറാക്കും. എന്നിട്ട് അതൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചിലൂടെയാണ് ചെയ്യുന്നത്. കർഷകരോട് സംസാരിക്കുകയാണ്, അവരോട് എന്താണ് അവർക്ക് വേണ്ടത്, ഇപ്പോൾ അവർക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ആവശ്യം എന്താണ്, ആ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും, കുട്ടികളോട് ചോദിക്കുകയാണ്, ആദിവാസികളോട്, അവരോട് ഒക്കെ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചാണ്. അതായത് ഒരു പങ്കാളിത്ത വികസനം നമുക്ക് സാധ്യമാക്കണം. അപ്പോൾ ഈ പങ്കാളിത്ത വികസനത്തിലൂടെ നിലമ്പൂരിന് ആവശ്യം എന്തൊക്കെ, ഈ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ട് സമഗ്രമായി ഈ പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടിയിട്ട് ഒരു നിലമ്പൂരിൻ്റെ ഒരു 2030 വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും. ആ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻ്റ് വെച്ചിട്ടായിരിക്കും നിലമ്പൂരിൻ്റെ സമഗ്ര വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത്. അങ്ങനെ ഒരു വിഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന പലതും, നമ്മുടെ കുട്ടികൾ ഹോൾ പ്രൊമോഷൻ 10ാം ക്ലാസ് വരെ, റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കില്ല് പോലും ഇല്ലാത്തവർ 10ാം ക്ലാസ്സിലെത്തുക. പിന്നെ 10ാം ക്ലാസ്സിൻ്റെ കടമ്പ കടത്തി വിടാൻ അവർ ചെയ്യുന്ന മാർഗം എന്താ വെച്ചാൽ സ്ക്രൈബ് ചെയ്തിപ്പിക്കുക. ശരിയാണ്. കാരണം സ്കൂൾ റിസൾട്ട് ഉണ്ടാക്കണം, 100% ആക്കണം. അപ്പോൾ സ്ക്രൈബ് എഴുതിപ്പിക്കുക. ഈ സ്ക്രൈബും കൂടി എഴുതിയിട്ട് ഈ കുട്ടി SLC സർട്ടിഫിക്കറ്റ് വാങ്ങി വരുന്ന കുട്ടിക്ക് എന്ത് കുട്ടി ചെയ്യാൻ പോകുന്നത് എവിടെ ആലോചിച്ച്. അപ്പോൾ ഇവിടെ ബേസിക്കലി നമുക്ക് ഇതിങ്ങനെ സർക്കാർ പോകുമ്പോൾ അതിന് മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പോൾ ബേസിക്കലി ഈ കുട്ടി അതുവരെ 10ാം ക്ലാസ് വരെ ഈ കുട്ടി മാർജിനലൈസ് ചെയ്യപ്പെടുകയാണ്, ക്ലാസ്സിൽ പാർശ്വവൽക്കരിക്കപ്പെടുക, എങ്കിൽ കുട്ടി ജയിച്ചു പോവാണ്. അപ്പോൾ ഈ കുട്ടിക്ക് 5ാം ക്ലാസ്സിൽ നിന്ന് ആർജിക്കേണ്ട ബേസിക് സ്കില്ല് പോലും 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ഇല്ല. അതുണ്ടാക്കി കൊടുക്കുക എന്ന ഒരു വ്യക്തമായ പദ്ധതി 1. 2, കുട്ടികളുടെ ടാലൻ്റ് എന്താണ് എന്ന് തിരിച്ചറിയാൻ വളരെ നേരത്തെ തന്നെ ഒരു 12-13 വയസ്സാകുമ്പോഴേക്ക് അതിനെ കണ്ടെത്താനുള്ള ഒരു ടാലൻറ്റ് സ്കാൻ, ആ ടാലൻറ്റ് സ്കാനിലൂടെ കണ്ടെത്തി ആ കുട്ടിയെ ആ മേഖലയിലേക്ക് കൂടുതൽ അതിനുള്ള പരിശീലനവും കാര്യവും കൊടുക്കാവുന്ന സംവിധാനം. ഇതൊന്നും ഇന്ന് നമ്മുടെ സംവിധാനത്തിലില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ SSLCക്ക് മാർക്ക്, ഈ കുട്ടി എന്താ BA ഹിസ്റ്ററി എടുക്കാൻ കാരണം പിന്നെ എന്ന് ചോദിച്ചാൽ എനിക്ക് SSLCക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, സയൻസ് ഒന്നും കിട്ടിയില്ല +1-ന്. അപ്പോൾ എന്ത് ചെയ്തു, ഹ്യൂമാനിറ്റീസ് എടുത്തു. ഹ്യൂമാനിറ്റീസ് എടുത്താൽ പിന്നെ എന്താ വഴി, പിന്നെ ലോക ചരിത്രം പഠിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ മീമാംസ പഠിക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുക, അല്ലെങ്കിൽ ലോക സാഹിത്യം പഠിക്കുക. ഇതും ഈ കുട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാസ്തവത്തിൽ ലോകത്ത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഹിസ്റ്ററി പഠിക്കുന്നത് ചരിത്രകാരനാവാനാണ്, എക്കണോമിക്സ് പഠിക്കുന്ന എക്കണോമിസ്റ്റ് ആവാനാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന നല്ലൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനാവാനാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പിന്നെ പൊളിറ്റിക്സ് അങ്ങനെ. ഇപ്പം നമുക്കറിയാം അങ്ങനെയാണ് ആളുകൾ. ഇവിടെ അതിന് നേരെ തിരിച്ച് ഈ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ആളുകളെ ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവന് വല്ല ജോലിയും കിട്ടുമോ ലോകചരിത്രം പഠിച്ചിട്ട്? അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു എന്ന് ചോദിച്ചാൽ മാർക്കില്ല. 90% ആളുകളും
ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന മാർക്കില്ല എന്നൊരൊറ്റ കാരണമുണ്ട്. എന്തുകൊണ്ട് അവന് മാർക്കില്ലാതെ പോയി എന്നുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ ഓരോ കോഴ്സ് എടുക്കാനും സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ മാർക്കില്ലാത്തവർക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, മാർക്കുള്ളവർക്ക് അപ്പൊ ഓരോ കോഴ്സിനെയും അവിടെ താഴ്ത്തി കാണിക്കില്ല അവിടെ ചെയ്യുന്നത്. അപ്പൊ അത് നല്ലൊരു രീതിയാണ്. ഒരിക്കലും അല്ല. മാത്രമല്ല ഹിസ്റ്ററി ഇതിനൊക്കെ നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളാക്കണം. ഇത് കേവലം ഒരു ഹിസ്റ്ററി മാത്രം പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവിടെ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ജോലി കിട്ടാവുന്ന എന്തെങ്കിലും കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേപ്പറും കൂടി കുട്ടിക്ക് ആഡ് ചെയ്ത് പഠിപ്പിക്കാം. ഇപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ അവസാനം ഈ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ പുറത്തിറങ്ങിയിട്ട് അവൻ ലോകചരിത്രം പഠിച്ചത് വെച്ചിട്ടാണോ അവന് ജോലി കിട്ടുന്നത്? അല്ലല്ലോ. അവൻ പിന്നെ ജോലിക്ക് വേണ്ടി വേറെ പഠിക്കുക. 6 മാസത്തെ കോഴ്സ്, പിന്നീട് 6 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 1 ഇയർ കോഴ്സ് അവൻ വേറെ ജോലിക്ക് വേണ്ടി പഠിക്കുക. അതിന് പകരം ആ പഠനം ഇവൻ്റെ കോഴ്സുമായി കണക്ട് ചെയ്ത് പഠിപ്പിക്കാവുന്ന സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനൊരു സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ ഇങ്ങനെ കൂണ് പോലെ വളർന്നു വരുന്നത്? എന്തുകൊണ്ടാണ്? ലക്ഷക്കണക്കിന് രൂപ കുട്ടികൾ വാങ്ങുന്നത്. എന്നിട്ട് ഈ കുട്ടി 4-5 ലക്ഷം രൂപ കൊടുത്ത് 1 വർഷത്തെ കോഴ്സ്, 2 വർഷത്തെ കോഴ്സ്, 3 വർഷത്തെ കോഴ്സൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് 8,000 രൂപക്ക് 9,000 രൂപക്ക് ജോലി ചെയ്യുക. നിങ്ങളത് ആലോചിച്ച്. അതെ, ഈ ചെയ്തത് മുഴുവൻ ബാങ്ക് ലോൺ എടുത്തിട്ടാണ്, എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരവസ്ഥാവിശേഷം നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുക. ഇതിനൊക്കെ ഒരു കാര്യമായൊരു വ്യതിചലനം ഉണ്ടാവേണ്ട അത്യാവശ്യമായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും ആരോഗ്യരംഗത്ത്. ഇപ്പോൾ ആരോഗ്യരംഗം എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ആരോഗ്യരംഗത്ത് കൂണ് പോലെ ആശുപത്രികൾ ഉണ്ടാവുക. കൂണ് പോലെ ആശുപത്രി ഉണ്ടാവുന്നു എന്നത് രോഗികളുണ്ടായതുകൊണ്ടാണ്, രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ടാണ്. അപ്പം മുഴുവൻ അമേരിക്കൻ കമ്പനികളും കേരളത്തിലേക്ക് ഇറങ്ങിയിരിക്കുക. KKR ഗ്രൂപ്പ്, അതേപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ, മിക്കവാറും കേരളത്തിലെ വലിയ ഹോസ്പിറ്റലുകളൊക്കെ അവർ വിലക്ക് വാങ്ങി. അമേരിക്കൻ ബേസ്ഡ് കമ്പനി പലതും വിലക്ക് വാങ്ങി. ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരുകൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൈഫ് സ്പാൻ കൂടുതലാണ്, വയോജനങ്ങൾ കൂടുതലാണ്, ഇവിടെ രോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ആധി കൂടുതലാണ്. അപ്പോൾ ഇവിടെ ആണ് ഇതിന് പറ്റിയൊരു ഏർപ്പാട് എന്ന നിലക്ക് ഇങ്ങോട്ട് വരാം. അതേസമയം ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പം ആ ട്രെയിനിൽ RCCയിലേക്ക് പോകുന്ന ക്യാൻസർ രോഗികളെ ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ ഇന്ന് നിലമ്പൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിനിൽ കയറിയാൽ എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നത് RCCയിലേക്ക് പോകുന്ന രോഗി, എൻ്റെ നേരെ മുൻപിലിരിക്കുന്ന RCCയിലേക്ക് പോകുന്ന രോഗി, എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന RCCയിലേക്ക് പോകുന്ന രോഗി. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ തന്നെ ഫസ്റ്റ് ഡയാലിസിസ് സെൻറ്റർ ഞാൻ മുനിസിപ്പൽ ചെയർമാനാകുമ്പോഴാണ് കൊണ്ടുവരുന്നത്. 10 വർഷം മുമ്പ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ 6 ഡയാലിസിസ് സെൻ്ററാണ്. തികയുന്നില്ല, ഒരു രക്ഷയില്ല, സ്ലോട്ടില്ല. 4 ഷിഫ്റ്റാക്കി, എവിടെയും സ്ലോട്ടില്ല. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ജനങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത് എല്ലാ വാർഡിലും ഡയാലിസിസ് സെൻ്റർ വേണം. ഒരു 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാർ ആവശ്യപ്പെടാൻ പോകുന്നത് നിലമ്പൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ക്യാൻസർ വണ്ടി വേണം എന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് രോഗാതുരമായ അവസ്ഥ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഈ സ്കോപ്പാണ് മൾട്ടിനാഷണൽ കമ്പനികൾ, അമേരിക്കൻ കമ്പനികളൊക്കെ വന്ന് കേരളത്തെ റാഞ്ചി പിടിക്കാനുള്ളൊരു കാരണം. പക്ഷേ രോഗം വരുന്ന വഴികളെ തടയാൻ സർക്കാരിൻ്റെ പല പദ്ധതികൾ, ശൈലി എന്നൊക്കെ പറഞ്ഞ പല പദ്ധതികളുണ്ടെങ്കിലും NCDS പ്രോജക്റ്റുകളുണ്ടെങ്കിലും അതൊന്നും കൃത്യമായി വേണ്ടത്ര നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നതായ യാഥാർത്ഥ്യം. ഇപ്പോൾ നിലമ്പൂര് ഞാൻ കണ്ടു ശ്രദ്ധിച്ച കാര്യം ഹോസ്പിറ്റലിൽ ഇല്ല എന്നുള്ളതില്ല. നമുക്ക് അല്ലെ അത്യാവശ്യം വരുമ്പോൾ ഒരു പെരിന്തൽമണ്ണയിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കോ പോകണം ആവശ്യമാണ്. അതിനൊരു സൊല്യൂഷൻ അത് ഹോസ്പിറ്റലുകൾ, സർക്കാർ സംവിധാനങ്ങളെ നമുക്ക് മെച്ചപ്പെടുത്തണം. അതോടൊപ്പം പ്രൈവറ്റ് മേഖലയിലും വരണം, രണ്ടും വേണം. അതിനുള്ള നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് നമുക്കറിയാം
നമ്മൾ ജനപ്രതിനിധിയല്ല, പിന്നെ ഇടതുപക്ഷ ഭരണമാണ്. വേണ്ടത്ര ഇടപെടലുകളൊന്നും കഴിഞ്ഞ വർഷം നമുക്ക് പറയാനേ പറ്റുന്നുണ്ടാവുള്ളൂ. നമുക്ക് ഇടപെടൽ നമുക്ക് അങ്ങനെ നടത്താൻ പറ്റുന്നില്ല. പക്ഷേ എന്തായാലും ഒരു സംശയം വേണ്ട, അത് നിലമ്പൂരിലെ ഹോസ്പിറ്റൽ സംവിധാനത്തെ വളർത്തും. അത് പരമാവധി ഉയർത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും, സർക്കാർ സംവിധാനം. അതോടൊപ്പം പ്രൈവറ്റ് മേഖലയിലും സംഗതികൾ വരണം. പിന്നെ അതോടൊപ്പം തന്നെ രോഗം വരുന്ന വഴികളെ തടയാനുള്ള ഒരു വലിയ ക്യാമ്പയിൻ മോഡിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തൽ അത്യാവശ്യമാണ്. ഞാൻ എഡ്യൂക്കേഷനിൽ പ്രാധാന്യം കൊടുക്കുന്നത് അടിസ്ഥാന എഴുതാനും വായിക്കാനും അറിയാവുന്ന മക്കൾ, അതേപോലെ രോഗം വരുന്ന വഴികളെ തടയാനുള്ള സംവിധാനം, ഇതിനൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതേപോലെ നിലമ്പൂരിലെ ആദിവാസികൾ, ഇവിടുത്തെ ഏറ്റവും ഗുഹാവാസികളുടെ സ്ഥലമാണ് നിലമ്പൂർ. ഇവിടുത്തെ മണ്ണിൻ്റെ അവകാശികൾ അവരാ, വാസ്തവത്തിൽ കാടിൻ്റെ അവകാശികൾ അവരാണ്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വരുന്നതിന് മുമ്പേ ആദിവാസികൾ ഈ നാട്ടിലുണ്ട്. അപ്പോൾ ഈ അവരെ ഇപ്പോഴും അവരുടെ അവസ്ഥയൊന്ന് മാറ്റിയെടുക്കാൻ അതിനുവേണ്ടി വലിയൊരു പരിശ്രമം നടത്തുക. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ യോജിച്ചൊരു പദ്ധതി, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എൻ്റെ മനസ്സിലുള്ളത്. ഒരു എനിക്കറിയില്ല, ഒരു അപ്ഡേറ്റ്സ് പോലെ നിലമ്പൂര് ബൈപ്പാസ്, ഞാൻ സാറിൻ്റെ മുന്നേ ഒരു പോഡ്കാസ്റ്റ് കണ്ടതിൻ്റെ അറിവിൽ പറയുന്നതാണ്. നിലമ്പൂര് ബൈപ്പാസിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നത്, KSRTC ടെർമിനൽ അത് പറഞ്ഞിരുന്നത്, അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് കോളേജ്, ഈ മൂന്നിൻ്റെ അപ്ഡേറ്റ്സ്. ഇതിൽ നമുക്ക് സന്തോഷത്തോടുകൂടി പറയാൻ പറ്റും, ഗവൺമെൻറ് കോളേജിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തിയായി. അതിന് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ ബിൽഡിംഗ് പ്രവർത്തനം നടത്താൻ അതിൻ്റെ പ്ലാനും ഡിസൈനും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വന്നതിന് ശേഷമാണ് ആ പരിപാടി. അതേപോലെ തന്നെ കഴിഞ്ഞ ദീർഘകാലമായി, കഴിഞ്ഞ 10 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ബൈപ്പാസ്, അത് ഈ ബൈപ്പാസിന് സ്ഥലം വിട്ടുകൊടുത്തവർക്ക് 10 പൈസ കൊടുത്തിട്ടില്ല. അവർക്ക് കൊടുക്കാൻ 55 കോടി രൂപ പാസ്സായി. അടുത്ത മാസം അവർക്ക് വേണ്ട കാശ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഫണ്ട് സാങ്ഷനായി. ഫണ്ട് മലപ്പുറം ട്രഷറിയിൽ വന്ന് കിടക്കുന്ന 55 കോടി രൂപ അവർക്കുള്ള, അവിടെ പേപ്പർ ശരിയാക്കി കഴിഞ്ഞാൽ അടുത്ത മാസം തന്നെ അത് കൊടുത്തു തുടങ്ങും. അത് ശരിയാക്കി. പിന്നെ KSRTC ഒന്നും ആയിട്ടില്ല, അതിനുവേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നു. അതേപോലെ തന്നെ നിലമ്പൂർ ഗവൺമെൻറ് ആശുപത്രി നമുക്കറിയാം, മുടങ്ങിക്കിടന്ന വലിയ വർക്കുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പുനഃസ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള നാളത്തെ തലമുറ, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ പോലത്തെ ഒരു 20 ഏജിനും അല്ലെങ്കിൽ 18 വയസ്സിനും അതിന് താഴെയുണ്ട്, ഇപ്പോൾ 18 വയസ്സിനും അല്ലെങ്കിൽ ഒരു 22-24 വയസ്സിനിടയിലുള്ള ഡ്രഗ്സ് ഇൻ യങ്സ്റ്റേഴ്സ് ഇൻ നിലമ്പൂർ, അതിനെ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ അതിനൊരു പദ്ധതിയോ അല്ലെങ്കിൽ അതിനെ പദ്ധതി എന്ന് വെച്ചാൽ, ഒന്ന് യൂത്തിന് ഇൻവോൾവ്മെൻറ്റ് കൂട്ടണം. യൂത്തിന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവണം. അവർക്ക് കളിക്കാൻ, അവരുടെ കായിക പരിശീലനം കൊടുക്കാൻ, അവർക്ക് അതിനുള്ള എൻഗേജ്മെൻറ്റുകൾ അവർക്ക് ഉണ്ടാവണം. അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ കുറേ ആളുകൾ ഇതിന് മാറാം. രണ്ടാമത്തെ കാര്യം, ഒരു വലിയ ക്യാമ്പയിൻ, ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്നുള്ള അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളും കൂടി ഒരുമിച്ച് കൊടുക്കണം. ഇപ്പോൾ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം, യൂത്തിന് അവരുടെ ഭാവിയെക്കുറിച്ച് വലിയ അരക്ഷിത ബോധമുണ്ട് യൂത്തിന്. കാര്യം പഠിച്ചിട്ട് എന്ത് കാര്യം? പഠിച്ചവരൊക്കെ ഇതിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഈ M.Tech എടുത്തവൻ പിന്നെ ബാങ്കിൽ പ്യൂണാവാൻ വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിന് പോകുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ രൂപത്തിൽ പഠിച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ ജോലിയൊന്നും കിട്ടാനില്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന രൂപത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു വലിയ അരക്ഷിതബോധം യുവാക്കളുടെ ഇടയിലുണ്ട്. ഈ അരക്ഷിതബോധം അവനെ മാനസികമായി തളർത്തുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒന്ന്, യുവാക്കളെ അവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള തൊഴിൽ സാധ്യതകൾ അതുണ്ടാക്കി കൊടുക്കൽ നിർബന്ധമാണ്. 2, അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് അവരെ കൊണ്ടുപോകൽ നിർബന്ധം. 3, ഇവർക്കുള്ള ഒരു അവയർനെസ് കൊടുക്കൽ. അപ്പോൾ കേവലം ഒരു അവയർനെസ് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ 2 സാധ്യതകൾ കൂടി അവർക്ക് ഉണ്ടാകുമ്പോഴാണ്, അവർ എൻഗേജ്ഡ് ആകുമ്പോഴാണ്
അവർക്ക് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണ്, അവർക്ക് ഈ വർത്തമാനകാലത്ത് അവർക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ളൊരു വഴി ഇവിടെ കാണുമ്പോഴാണ്, അവർ പഠിച്ചത് വെറുതെയായി എന്നൊരു തോന്നലില്ലാതെയാകുമ്പോഴാണ് അവർക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാവുക, അവർ ഹാപ്പി ആവുക സ്വാഭാവികമായിട്ടും. അപ്പോൾ കേവലം അവയർനെസ് കൊണ്ട് മാത്രമല്ല, നമ്മൾ ഈ തെരുവുനാടകം കളിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ രണ്ട് സംവിധാനങ്ങൾ കൂടി അതിൻ്റെ ചെയ്തു കൊടുത്താൽ മാത്രമേ ഇതിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എലക്ഷൻ 2026 നെക്സ്റ്റ് എലക്ഷൻ അപ്പോൾ ഇപ്പോൾ കയറിയിട്ടൊരു 10 മാസം ആയിട്ടുണ്ടാവില്ലേ? ഇല്ല, ജസ്റ്റ് 5 months. 5 months ആയിട്ടുള്ളൂ. 5 months. ഈ 5 months ആണ് നെക്സ്റ്റ് എലക്ഷൻ 2026 ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് തരിക. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നിലമ്പൂരിൽ ആ ഒരു എങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ? ഇപ്പോൾ എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കാണുന്നു എലക്ഷനെ, പുതിയ ഇലക്ഷൻ വരാൻ പോകുന്ന എലക്ഷനെ? വരാൻ പോകുന്ന ഇലക്ഷൻ കേരളത്തിൽ എങ്ങനെ നേരിടും എന്ന് നമ്മൾ ചോദിക്കില്ല. നേരിടുന്ന കാര്യത്തിൽ നമുക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഇലക്ഷനായിരുന്നു. കാരണം ഞാനൊരു വലിയ മാർജിന് ഞാൻ തോറ്റൊരു സ്ഥാനാർത്ഥിയാണ് 2016. വീണ്ടും ഇലക്ഷൻ നേരിടുമ്പോൾ എങ്ങനെ ആളുകൾ സ്വീകരിക്കപ്പെടും എന്നുള്ള സംഭവം ആളുകൾക്കൊരു വലിയ തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് എനിക്ക് അനുകൂലമായ തിരിച്ചറിവായിരുന്നു. ആ തിരിച്ചറിവിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു പോകുക എന്നുള്ളതാണ്. കാരണം ഞാൻ 2016 ഞാൻ തോറ്റപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ 9 വർഷം ഞാൻ എങ്ങോട്ടും മാറിയില്ല. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായി മുന്നോട്ട് പോയി. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 2025 ഈ ഇലക്ഷനിൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്നിൽ അർപ്പിച്ചൊരു വലിയ വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഒരു വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ ഉണ്ടാക്കുന്നത്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ വാസ്തവത്തിൽ. അപ്പം ഞാനത് ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഒരു വലിയ പിന്തുണ അതിന് ലഭിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷമുണ്ട് വാസ്തവത്തിൽ. ഓക്കെ, നിലമ്പൂര് അവിടെ നിൽക്കട്ടെ. കേരളം ഇപ്പോൾ അടുത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സംസാരം മനോരമയിലാൻ തോന്നുന്നുണ്ട് കണ്ടപ്പോൾ ടീം UDF അങ്ങനെയാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടീം UDF കേരളത്തെ കാണുന്നൊരു രീതിയുണ്ട്. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ അതേപോലെ അടുത്തൊരു പോഡ്കാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ആളുടെ ഒരു വിഷൻ പറയുന്ന ഒരു വീഡിയോ. അപ്പോൾ അതേപോലെ ഒരു നെക്സ്റ്റ് 5 year കേരളം ഓരോ കുട്ടിക്കും ഇപ്പൊ നമ്മൾ തന്നെ വോട്ട് ലിസ്റ്റിൽ 18 വയസ്സായ കുട്ടി തൊട്ടിട്ട് 22 വയസ്സായ കുട്ടിക്ക് അവരെന്തിന് വോട്ട് ചെയ്യണം UDF എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? അവരെന്ത് വോട്ട് ചെയ്യണം? ജോലി സാധ്യത അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം പൂർണ്ണമായും വിവിധ മേഖലയിലെ ആളുകളെ കബളിപ്പിച്ചൊരു ഗവൺമെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത്. പൂർണ്ണമായും വിദ്യാർത്ഥികളെ ആവട്ടെ, ഇപ്പം തന്നെ നമുക്കറിയാലോ SFIക്കാർ സമരം ചെയ്യുന്നു. ആർക്കെതിരെ? VC നിയമിച്ചു. എന്നിട്ടോ ഇവർ പോയിട്ട് പിറ്റേ ദിവസം പോയിട്ട് ഗവർണറായിട്ട് ഇന്ന് ചർച്ച ചെയ്ത് ആ VC അംഗീകരിക്കുന്നു. ഈ അടി കൊണ്ട് കേസെടുത്ത് SFIക്കാർ എന്ത് ചെയ്തു? എവിടെ എത്തി? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇവിടെ വിദ്യാഭ്യാസ പദ്ധതിയെ എതിർക്കുന്നു, വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നു. എന്നിട്ട് സ്വകാര്യമായിട്ട് PM ശ്രീയിൽ പോയി ഒപ്പിട്ട് വന്നിട്ട് ക്യാബിനറ്റിൽ ഇരുന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന CPI മന്ത്രിമാരോട് പോലും പറയാതെ മിണ്ടാതെ ഇരിക്കുക, ഒപ്പിട്ട് വന്നിട്ട്. എന്നിട്ട് പിന്നെ അത് പിൻവലിക്കുന്നവരെ അവർ ബഹളം ഉണ്ടാക്കിയപ്പോൾ. മാത്രമല്ല, ഇത് ഇങ്ങനെയൊക്കെയാണോ? CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു കൃത്യമായ നിലപാടൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിയല്ലേ? കുറേ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുക, ഇതിന് സ്വകാര്യമായിട്ട് പോയി ഒപ്പിട്ടിട്ട് ക്യാബിനറ്റ് അടുത്തിരിക്കുന്ന ഒരാളോട് മിണ്ടാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണോ വാസ്തവത്തിൽ? മാത്രമല്ല, ഇവിടെ നമുക്ക് കാശില്ല എന്ന് പറയുന്നു. കാശില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉള്ള കാശ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതാണല്ലോ പറയേണ്ടത്. കാശില്ല, സമ്മതിച്ചു, കാശില്ല എന്ന് തന്നെ വിചാരിക്കുക. ഉള്ള കാശ് എന്തിനു വേണ്ടി ചെലവഴിച്ചു? അപ്പോൾ ജനങ്ങൾ അതിനെ പിന്തുണക്കൂലേ? ഉള്ള കാശ് നല്ല രൂപത്തിൽ ചെലവഴിക്കുമ്പോഴല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാശ് തന്നു, ആ കാശ് നിങ്ങൾ നല്ല രൂപത്തിൽ ചെലവഴിച്ചു.
ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആളുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും. അല്ല, നിങ്ങൾ അതുകൊണ്ട് ഹെലികോപ്റ്റർ വാടക എടുക്കലും, നിങ്ങൾ പുതിയ 1.5 കോടിൻ്റെ വേറെ കാറ് വാങ്ങലും, അല്ലെങ്കിൽ നാട്ടിൽ വെറും കോൺക്ലേവ് നടത്തലും സെമിനാർ നടത്തലും ഒക്കെ കൂടിയാണ് കോടികൾ പൊടിക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് കാശില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സഹായിക്കുമോ? സഹായിക്കില്ലല്ലോ, സ്വാഭാവികമല്ലേ? അപ്പോൾ ഇവിടെയാണ് സാമ്പത്തിക പ്രശ്നമുണ്ട് ഇതിൽ സത്യം. പക്ഷേ ആ സാമ്പത്തികമായ പ്രശ്നം എങ്ങനെ വന്നു, എന്തിനൊക്കെ വേണ്ടിയാണ് അത് ചെലവഴിച്ചത്, അവിടെയാണ് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ മറ്റു പാർട്ടി പ്രവർത്തകരുണ്ട്, അവരോടൊക്കെയുള്ള ഒരു സൗഹൃദം എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർ കക്ഷി ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മളെ എം സ്വരാജ് സാറ് അപ്പൊ അവരോടൊക്കെ എങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ടുപോകണ സൗഹാർദ്ദത്തിന് രാഷ്ട്രീയത്തിനപ്പുറം ഒരു ബാരിയറും ഇല്ല. കാര്യം എന്താ വെച്ചാൽ അതിന് പൊളിറ്റിക്കൽ പാർട്ടി, കാസ്റ്റ് ആൻഡ് ക്രീഡ് ഇതൊന്നും ഇല്ലല്ലോ. സ്വരാജിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളത് വ്യക്തിപരമായ ഒരു പരാമർശം പോലും ഉണ്ടായില്ലല്ലോ. ആദ്യം ഞാനും സ്വരാജും പറഞ്ഞതാണ്, നമ്മൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നു, നിലപാടുകൾ വ്യത്യസ്തമാണ്, അതുകൊണ്ട് വ്യത്യസ്തമായ നയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മത്സരിക്കുന്നു. അതുകൊണ്ട് വ്യക്തിപരമായ സൗഹാർദ്ദത്തിന് എന്ത് കുഴപ്പം പറ്റി? പിന്നെ വ്യക്തിപരമായൊന്നും പൊളിറ്റിക്കലി ആക്രമിക്കലൊന്നും ആ കുടുംബത്തെക്കുറിച്ച് പറയുക, വ്യക്തിപരമായി അധിക്ഷേപിക്കുക, ഇതൊന്നും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എവിടെയാണ് ഇപ്പോൾ നമ്മുടെ പി അൻവർ സാറ് കുറേ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലക്ഷൻ്റെ സമയത്ത്. പിന്നീട് അപ്പോൾ ഒന്നും പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ പിന്നെ തിരിച്ച് UDF-ലേക്ക് എടുത്ത് എൻട്രി ചെയ്ത്, അപ്പോൾ ആ ഒരു ആൾക്കാർക്ക് ഫസ്റ്റ് അതിനോടൊരു വേണ്ട എന്നുള്ള രീതിക്ക് വെച്ച് പിന്നെ അത് തിരിച്ചെടുക്കുക. അപ്പോൾ ജനങ്ങൾ അതിനൊരു പിന്നെ മാറ്റുക, അങ്ങനെ രീതിയിൽ കാണില്ലേ? ഇപ്പൊ ആദ്യം എടുത്ത് പിന്നെ ആക്കി പിന്നെ ആരോപണം പറഞ്ഞപ്പോഴും ഇപ്പോഴും ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തായാലും പ്രശ്നമില്ലല്ലോ. അല്ല, ഞാൻ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ ആരോപണം ഉന്നയിക്കുന്നവർക്കാണല്ലോ പ്രശ്നമുള്ളത്, പറയുന്നതും മാറ്റി പറയുന്നതും. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമില്ല. കാരണം അതൊക്കെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞില്ലേ. എന്താരോപണം ഉന്നയിച്ചാലും നിലമ്പൂരിലെ ജനങ്ങൾ 11,000 ചില്ലാനും വോട്ടിന് വിജയിപ്പിച്ചില്ലേ. ഇപ്പോൾ എന്ത് പറഞ്ഞാലും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എടുക്കില്ല, എൻ്റെ വഴിയാണ്, അങ്ങനെ ചിന്തിക്കുന്ന ആളാ. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായ പരാമർശങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാറില്ല. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നമ്മുടെ നിലപാടുകളുണ്ടാവും, ആ നിലപാടുകൾ ആരുടെ മുന്നിലും അപ്രിയമാണെങ്കിലും വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ പിതാവിനെ പഠിപ്പിച്ചത്. നിലപാടുകൾ അത് ചിലർക്കൊക്കെ അപ്രിയം ഉണ്ടാവും, പക്ഷെ നിലപാടായിരിക്കണം. നമ്മളെ സംബന്ധിച്ചു എനിക്ക് എൻ്റെ നിലപാട് മാറ്റേണ്ട കാര്യം വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ശരിക്കും അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഓൾട്ടർനേറ്റീവ് മാറിപ്പോയി, എന്നാലും കുഴപ്പമില്ല. എൻ്റെ കുറവുകൾ ഇതാണ്, ഒരു കുറവുകളായിട്ട് 2 കുറവ് പറയാൻ പറ്റും. എൻ്റെ കുറവുകൾ എനിക്ക് തോന്നിയത്, പിന്നെ ഇപ്പം എനിക്ക് നോ പറയാൻ ഭയങ്കര പ്രയാസമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കുറവായിട്ട്. അതുകൊണ്ടാണോ ഞങ്ങൾ നോ പറയുന്നത്? അതാണ് നിങ്ങൾക്കൊന്ന് ബുദ്ധിമുട്ടായത്. അതുകൊണ്ട് നോ പറയൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതെൻ്റെ ഒരു വലിയ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നോ പറയൽ. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു കുറവ് ഭയങ്കരമായിട്ട് ഈ വായിക്കാൻ സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ പ്രയാസം, വലിയൊരു മനോവിഷമുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് മാതൃഭൂമി വീക്കിലി അതിങ്ങ് എത്തുമ്പോൾ അത് പെട്ടെന്ന് ആദ്യം മുഴുവൻ വായിച്ചു തീർക്കുന്ന ഒരാളാണ് ഞാൻ. ഏതില്ലെങ്കിലും ഒരു മാതൃഭൂമി വീക്കിലി വന്നാൽ ഉടനെ അത് മുഴുവൻ വായിച്ചു തീർക്കുന്നു. അതിങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം സങ്കടമാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്കത് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ നമ്മൾ യാത്രയിൽ അത് കൊണ്ടുപോകണം. അപ്പോൾ ട്രെയിനിലാകുമ്പോൾ വേറെ ആളെങ്കിലും ഉണ്ടാവും, കാറിലാവുമ്പോൾ ഫോൺ വരും, അങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം, അതൊരു വലിയ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വാസ്തവത്തിൽ. രണ്ട് നല്ലത് പറയാൻ പറഞ്ഞ എന്നെ കുറിച്ചിട്ട് എൻ്റെ ക്വാളിറ്റി, ഇങ്ങനെ ഒരു ക്വാളിറ്റി എനിക്കുണ്ട് എന്ന് പറയാൻ പറഞ്ഞ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം
ഞാനൊരു മനുഷ്യന് കുറ്റം പറയുന്നൊന്നും എനിക്കില്ല. ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ശീലം. എനിക്കങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഒന്ന് വലിയൊരു ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ ശീലം ഞാൻ പറയാം. എനിക്കൊരാളെക്കുറിച്ച് കുറ്റം പറയുന്നത് എനിക്ക് താല്പര്യമില്ല. വേറൊരാളെക്കുറിച്ച് എന്നോടൊരാൾ കുറ്റം പറയുന്നത് കേൾക്കാനും എനിക്ക് താല്പര്യമില്ല. ഓക്കെ. ഇപ്പം നിങ്ങളെക്കുറിച്ച് വേറെ ആൾ വന്നിട്ട് കുറ്റം പറഞ്ഞു തരികയാണ്, ഞാൻ വാസ്തവത്തിൽ ആ പറഞ്ഞു തരുന്ന ആളെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറ്. പറയുന്ന ആളെയാണ് വിലയിരുത്തുക വാസ്തവത്തിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ സാറിന്റെ തിരക്കിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഒരു സമയം തന്നതിന് താങ്ക് യു താങ്ക് യു. സോ മച്ച്. ഓക്കെ ഡിയർ.